ഉണരരുതിന്നിയുറങ്ങിടാതിരുന്നീടണമറിവായി ഇതിനിന്നയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഉണരരുതിന്ന് എന്താ വേണ്ടതിനി? ഉറങ്ങിയിട്ട്. ഉറക്കം എന്നത് തന്നെ ഒരു അജ്ഞാനത്തിൻ്റെ ആവരണത്തിലേക്കുള്ള നമ്മുടെ ഒരു പ്രവേശനമാണ്. അതിൽ നിന്ന് അതിനെ നമ്മളെപ്പോഴും ആ ഉറങ്ങലിനെ, ആ അജ്ഞാനത്തെ നാം സ്വീകരിക്കരുത്, കൈക്കൊള്ളരുത് എന്ന് പറയാം. അതായത് ഉറങ്ങരുത് എന്നല്ല, മറിച്ച് അജ്ഞാനത്തിൽ എപ്പോഴും അജ്ഞാനത്തിൽ തന്നെ നിലകൊള്ളരുത്. അജ്ഞാനത്തെ ആയിരിക്കരുത് നീ ജീവിതത്തിൽ പ്രധാനമായി സ്വീകരിക്കേണ്ടത്. മറിച്ച് അറിവായി ഉറങ്ങിടാതിരുന്നിടണം. അതിനെന്തു വേണം? എല്ലാം ആ സത്യമാണെന്ന് ബോധിക്കണം. ആ അജ്ഞാനത്തിൻ്റെ മറയെ നീക്കണം എന്ന് പറയാം. ഇതിനെന്താണ് നമ്മളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, ഇതിനിന്ന് അയോഗ്യനെന്നാൽ, ഇതിന് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്തു വേണം? പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഉപനിഷത്താണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതം ദുരത്യ ദുർഗം പതസ്തത് കവയോ വദത്തി. കഠോപനിഷത്ത്. ഉത്തിഷ്ഠത ജാഗ്രത, എഴുന്നേറ്റുണരണം എന്ന് പറയാം. ഉത്തിഷ്ഠത എഴുന്നേൽക്കും, എന്നിട്ടോ ജാഗ്രത ഉണരണം. ഉണർന്നാൽ എഴുന്നേൽക്കോ? ഇല്ല, നമ്മൾ ഉണർന്നാൽ വീണ്ടും കിടക്കും. അതുകൊണ്ട് പറയുന്നത് എഴുന്നേറ്റുണരാനാണ് പറയുന്നത്. വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും ഉദ്ധരിക്കാറുള്ള ശ്ലോകമാണ് ഉത്തിഷ്ഠത ജാഗ്രത. എഴുന്നേൽക്കൂ, ഉണരൂ. ഉണർന്നാൽ നമ്മൾ എഴുന്നേൽക്കോ? ഇല്ല. ഉണർന്ന ഉടനെ നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കുറച്ചുകൂടെ മൂടി പൊതിച്ച് കിടക്കുകയല്ലേ ചെയ്യുന്നത്. ഒന്നുകൂടെ കഴിയട്ടെ എന്നല്ലേ നമ്മൾ തീരുമാനിക്കുന്നത്. അതേ എന്ന് പറയാം. അതുകൊണ്ട് എഴുന്നേറ്റ് ഉണരൂ. എന്നിട്ടോ ഉപനിഷത്ത് പറയുന്നു പ്രാപ്യവരാൻ നിബോധത. വരേണ്യന്മാരെ, ശ്രേഷ്ഠന്മാരെ, ഗുരുക്കന്മാരെ സമീപിക്കൂ, എന്നിട്ട് ഉണരൂ. പറയുന്നു ഈ മാർഗം ക്ഷുരസ്യ ധാര, ക്ഷുരകന്റെ കത്തിത്തലയെ പോലെയാണ്, കുറച്ച് പ്രയാസമാണ്. ഇത് ഇതൊരു കുറച്ച് ദുർഘടമാണ് എന്ന് പറയാം. ഇത് കവയഹ വദന്തി, ഇപ്രകാരം കവികൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നീ എന്തു വേണം? എഴുന്നേൽക്കൂ, ഉണരൂ. ഇവിടെ ഗുരു പറയുന്നു അതിന് അയോഗ്യനെന്നാൽ, നിനക്കത് സാധിക്കുന്നില്ല സ്വയമെങ്കിൽ. അപ്പം അതുവരെ സ്വന്തം ഇത് തന്നിട്ടുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് 8 ശ്ലോകങ്ങളിൽ ഗുരു ആത്മാന്വേഷണം വളരെ ലളിതമായി അനായാസേന സാധിക്കുന്ന വിധത്തിൽ പറഞ്ഞു തന്നു. ഈ വിശ്വത്തെ വിശകലനം ചെയ്യാനും ആ വിശ്വത്തെ വിശകലനം ചെയ്ത് ആരാണ് വിശ്വത്തെ ബോധിക്കുന്നത്, വിശ്വത്തെ അറിയുന്ന അറിവും അറിയുന്നവനെ അറിയുന്നതും, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇനി അതിനെ അറിയാൻ നിനക്ക് സാധിക്കുന്നില്ല എന്ന് വരുന്നു എങ്കിൽ നീ എന്തു വേണം? എവിടേക്കാണ് വരേണ്ടത് എന്ന് പറയുക. അത് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ പ്രണവമുണർന്ന് എന്ന് പറഞ്ഞാൽ ഓംകാരത്തെ, പ്രണവത്തെ ഉണർത്തിയ ഈ അനുഭവത്തെ, ഇങ്ങനെ ഈ പ്രണവം ഉണർന്നവൻ എന്ന് പറയുമ്പം ഈ സത്യം അനുഭവിച്ച ആ മുനിജന സേവയിൽ, മൗനത്തെ ശീലമാക്കിയിട്ടുള്ള മുനിജന സേവയിൽ, ഗുരുക്കന്മാരിൽ, അത്തരത്തിലുള്ള ആളുകളിൽ മൂർത്തി നിർത്തിയിടണം. അതിൽ പോയിട്ട് ഒന്ന് സറണ്ടർ ചെയ്യണം എന്ന് പറയുക, അവരുടെ ഉപദേശത്തിലൂടെ. അപ്പം മായയെ എങ്ങനെ ജയിക്കും എന്ന് ചോദിക്കുന്നുണ്ട് നാരദർ. കസ്തരതി മായ. ആരാണ് മായയെ തരണം ചെയ്യുന്നത്? ആരാണ് മായയെ തരണം ചെയ്യുന്നത്? മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അജ്ഞാനമാകുന്ന ആവരണത്തെ ആർക്ക് ജയിക്കാൻ സാധിക്കും എന്ന്.
നാരദ ഭക്തിസൂത്രത്തിൽ നാരദർ പറയുന്നു, യഹ ലോകബന്ധം ഉന്മൂലയതി, ആരാണോ ലോകബന്ധത്തെ ഉന്മൂലനം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ലോകവുമായിട്ടുള്ള ബന്ധത്തെ വിശകലനം ചെയ്യുന്നത്. ഞാൻ ആര്, ഈ ലോകം എന്ത്, ലോകം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ, അച്ഛൻ, അമ്മ, മകൻ, ഭാര്യ, ഭർത്താവ്, സുഹൃത്ത്, മിത്രം, ശത്രു ഇത്യാദി കാര്യങ്ങളെയൊക്കെ ആര് വിശകലനം ചെയ്യുന്നു? യഹ മഹാനുഭാവം സേവതേ, അതാണ് വളരെ പ്രധാനം. യഹ, യാതൊരുവനാണ് മഹാനുഭാവനെ സേവിക്കുന്നത്, ആരാണ് എവിടെയെങ്കിലും ജ്ഞാനിയെ സറണ്ടർ ചെയ്ത്, ഒരു ജ്ഞാനിയിൽ സറണ്ടർ ചെയ്തിരിക്കും, ശരണാഗതനായിരിക്കുന്നത്. സഹ തരതി സഹ തരതി സഹ മായാം തരതി, അവൻ തരണം ചെയ്യുന്നു, അവൻ തരണം ചെയ്യുന്നു, അവൻ മായയെ തരണം ചെയ്യുന്നു. രാമകൃഷ്ണദേവൻ വളരെ നല്ലൊരു ഒരു ഒരു കഥ അല്ലെങ്കിൽ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ഭഗവാൻ നമ്മളെയൊക്കെ ഈ മായയാകുന്ന തൻ്റെ വലയിൽ ഇങ്ങനെ വല വീശു, അത്രേ വീശി ഇങ്ങനെ പിടിക്കും നമ്മളെ. അപ്പൊ ഈ വലയ്ക്കകത്ത് പെടുന്നവനൊക്കെ അതിൽ പെട്ടു. അതിന് രാമകൃഷ്ണദേവൻ പറയുന്നത്, രാവിലെ ആവുമ്പോൾ ഒരു മുക്കുവൻ വലയെടുത്ത് ഇറങ്ങുന്ന, എന്നിട്ട് നദിയിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം അങ്ങോട്ട് വലയിടും. അപ്പൊ പേടിച്ചോടുന്ന ആളുകളൊക്കെ, മത്സ്യങ്ങളൊക്കെ ആ വലയ്ക്കകത്ത് പെടും. എന്നാൽ മുക്കുവന്റെ പാതാരവിന്ദങ്ങളിൽ ഏതൊക്കെ മത്സ്യങ്ങളാണോ ശരണാഗതരായിരിക്കുന്നത് അവരൊന്നും വലയപ്പെടില്ല. മുക്കുവൻ കാലിൻ്റെ അടിയിൽ വലയിടാറില്ല, കുറച്ച് മുന്നോട്ടേക്കാണ് വലയിടുക. അപ്പോൾ മുന്നോട്ടേക്ക് വലയിടുന്ന സമയത്ത് അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്ന ഭിന്നമായി ഓടുന്നവരൊക്കെ അതിനകത്ത് പെടും. പറഞ്ഞു വന്നത്, ഇവിടെ ഗുരു പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ ഭയചകിതരായി ഓടുന്ന നമ്മൾ, അല്ലെങ്കിൽ സത്യാന്വേഷകരായിട്ട് സത്യത്തെ അന്വേഷിക്കാൻ തന്നെ വെറി പൂണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഓടി നടക്കുന്ന ഒരു ലോകം ഇന്ന് 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 ഇതിന് വളരെ വളരെ പ്രസക്തിയുണ്ട്. നിങ്ങൾക്കറിയോ, ഇപ്പൊ കാശ് കൊടുത്തിട്ടൊക്കെ ബ്രഹ്മാനുഭവം ഉണ്ടാക്കി കൊടുക്കുന്ന ഏജന്റുമാരുണ്ട്. ഇത്ര രൂപയ്ക്ക് ബ്രഹ്മാനുഭവം. നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് ചിരിയൊക്കെ വരുമായിരിക്കാം, അങ്ങനെയുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരാളോട് തന്നെ അയാളെ ആരോ വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, ശങ്കരാചാര്യർക്ക് ശേഷം നിങ്ങളാണ് ബ്രഹ്മാനുഭവം ഉണ്ടാവാൻ പോണ ആള്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഭാര്യയ്ക്കും കൂടെ കിട്ടുമെന്ന്. പാവം, നല്ലൊരു മനുഷ്യൻ. തീർച്ചയായും അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ബ്രഹ്മാനുഭവം കൊടുക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ കുറെ ദിവസം 10-18 ദിവസം പട്ടിണിക്കിട്ടു എന്നാ പറയും. മര്യാദയ്ക്ക് ഭക്ഷണം ഒന്നും കൊടുക്കാതെ ആകെ വിശന്ന് വലഞ്ഞ് ഒരുമാതിരി എന്തൊക്കെയോ കുടിക്കാനും എണ്ണ എന്തൊക്കെയൊക്കെയോ കൊടുത്തിട്ട് ആകെ ഒരു പരുവത്തിലായി ആളുകൾ. അവസാനം അദ്ദേഹം നമ്മളോട് പറഞ്ഞതാണ്, അവിടുന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട് എന്തോ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് എങ്ങനെയൊക്കെയോ ഓടി വന്ന് അപ്പോഴാണ് റോഡ് സൈഡിലെ ഒരു തട്ടുകടയിൽ ദോശ സാമ്പാറും നിൽക്കുന്നത്. അവിടുന്ന് ദോശയും സാമ്പാറും കഴിച്ചപ്പോഴാണ് അത്ര അദ്ദേഹത്തിന് ആദ്യമായിട്ട് ബ്രഹ്മാനുഭവം ഉണ്ടായത്. അപ്പോഴദ്ദേഹം മനസ്സിലായി എന്താ ബ്രഹ്മം എന്ന്. ആ കൊടുത്ത കാശൊക്കെ വെറുതെ പോയി. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഓടേണ്ടതില്ല. അപ്പൊ ഇവിടെ ഗുരു അവതരിപ്പിക്കുന്ന പ്രണവമുണർന്ന മുനിജനം അതാരാണെന്ന് കണ്ടെത്തണം. ആ കണ്ടെത്തലില് ഇപ്പൊ ഗുരുവിന്റെ സാന്നിധ്യം ഉപനിഷത്ത് ക്ലാസ്സിൽ ചർച്ച ചെയ്യുമായിരുന്നു. ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? ഗുകാരോരന്ധകാരശ്ച രുകാരോ തത് നിരോധക അന്ധകാര നിവർത്തിത്വാത് ഗുരുരിത്യഭിധീയതേ. ഗുകാരം അന്ധകാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു, രുകാരം അതിനെ നിരോധിക്കുന്നതിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഒരു ശബ്ദം. ഇങ്ങനെ അന്ധകാര നിവർത്തിത്വാത്, അന്ധകാരത്തെ നിവർത്തിക്കുന്നത് ഹേതുവായി ഗുരുഹു ഇതി അഭിധീയതേ, ഗുരു എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ അന്ധകാര നിവർത്തിത്വാത്, അന്ധകാരത്തെ നിവർത്തിക്കുന്നത് ഹേതുവായി ഗുരുഹു ഇതി അഭിധീയതേ, ഗുരു എന്ന് പറയപ്പെടുന്നു. അതൊരു സാന്നിധ്യമാണ് എന്ന് പറയാം.
ഇത്തരത്തിലുള്ള സാന്നിധ്യങ്ങളിലാണോ നാം നമ്മെ സമർപ്പിക്കുന്നത്? ഇതാണ് പ്രധാന ചോദ്യം. ഇതാണ് പ്രണവമുണർന്ന് എന്ന് പറയുമ്പോൾ അത് കേവലം ഓംകാര ഉപാസന ചെയ്യുന്ന ആളുകളിൽ നമ്മളെ സറണ്ടർ ചെയ്യണം എന്നുള്ളത് മാത്രമല്ല. കാരണം നമുക്കൊക്കെ മനുഷ്യൻ അടിസ്ഥാനമായിട്ട് സംശയരോഗിയാണ്. അതിൽ സംശയമില്ല. നമുക്ക് സംശയമുണ്ട്. നമ്മുടെ ഗുരു എത്ര കേമനാണെന്ന് ലോകം പറഞ്ഞാലും നമുക്കൊരു സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് പലരും നമ്മളോട് പല ഗുരുക്കന്മാരെ കുറിച്ചും ചോദിക്കാറുണ്ട്. ഇവർ സ്വാഭാവികമായിട്ടും നമ്മളെക്കുറിച്ചും എല്ലാവരും ആരെ കാണുമ്പോഴും ചോദിക്കല്ലോ ഇങ്ങോരെങ്ങനെ എന്ന്. തോന്നണില്ല കേട്ടോ. കാരണം ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും തടി ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. കാരണം അവരൊക്കെ എപ്പോഴും വളരെ മെലിഞ്ഞവരായിരിക്കണം. പ്രത്യേകിച്ച് സന്യാസിമാരൊക്കെ എപ്പോഴും വളരെ അങ്ങനെ ശോഷിച്ചവരായിരിക്കണം. അപ്പം നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് എവിടെയാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഗുരു നമ്മളോട് പറയുന്നു, നിങ്ങൾ ഇതിന് അയോഗ്യരാണ് എങ്കിൽ, നമ്മൾ ഗുരുവിനോട് പറയണം ഞാൻ അയോഗ്യനാണ്. എന്താ അങ്ങേക്ക് പറയാനുള്ളത്? ഇതാ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും. പിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിമൃതി. ആ പിറപ്പൊഴിഞ്ഞു വാഴുന്നവനാണത്. അപ്പൊ ജനിമൃതി ആർക്കാണുള്ളത്? ആർക്കാണോ സങ്കല്പങ്ങളുള്ളത് അവനാണ് വീണ്ടും ജനിക്കുന്നത്. ഈ സങ്കല്പ വികല്പങ്ങളെ ഒഴിഞ്ഞു ഉള്ള ഒരു സാന്നിധ്യം എന്ന് പറയുമ്പം പ്രത്യേക താത്പര്യങ്ങളില്ലാത്ത ഒരു സാന്നിധ്യം. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴണം. അത് വളരെ ഗംഭീര പ്രയോഗമാണത്. അത് ഉപനിഷത്തിലെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. എഴുന്നേറ്റുണർന്ന് ആചാര്യനെ സമീപിക്കണം എന്ന് പറയുമ്പം ആചാര്യനും ഉണർന്നവനായിരിക്കണം, സമീപിക്കുന്നവനും ഉണരാനുള്ള ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. അപ്പം ഏത് സാന്നിധ്യത്തിലേക്ക് ഞാൻ എന്നെ കൊണ്ടുപോകുന്നുവോ ആ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇത് പോകുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങളൊരാശ്രമത്തിലേക്ക് പോകുന്നുവെങ്കിൽ, നിങ്ങൾ ആശ്രമത്തിലേക്ക് ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ നിങ്ങൾ ഗുരുവായി സ്വീകരിക്കുന്നുവെങ്കിൽ, അത് എൻ്റെ ഗുരുവായി ഞാൻ സ്വീകരിക്കുന്നു എങ്കിൽ എന്തിനാണ് ഞാൻ ഗുരുവായിട്ട് സ്വീകരിക്കുന്നത്? എന്താണ് എൻ്റെ ഉദ്ദേശം? എന്നെ ഈ സത്യം ബോധിപ്പിക്കണം, എനിക്ക് ഈ സത്യത്തെ ബോധിപ്പിച്ച് തരണം അങ്ങ് എങ്കിൽ ഗുരുദേവ കൃതികൾ ഈ ദൗത്യം നമുക്ക് നിറവേറ്റി തരും. സംശയം വേണ്ട. അല്ല ഇനി അദ്ദേഹം ഇല്ലല്ലോ എന്ന് പറയരുത്. കാരണം അവരൊക്കെ നേരത്തെ തന്നെ ആശയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിളക്ക് അണയാത്തതാണ്. ഗുരുക്കന്മാർ ചിരഞ്ജീവികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യം, ഈ ദർശനം വ്യക്തികളുടെ ശരീരത്തിൻ്റെ അഭാവത്തിൽ ഇല്ലാതെയാവുന്നില്ല, മറിച്ച് അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. 112 വർഷങ്ങൾക്ക് മുൻപാണ്, ഓർമ്മ ശരിയാണ് എങ്കിൽ, ആത്മോപദേശ ശതകം രചിച്ചത് എന്നാണ്. അതായത് 100 വർഷം 1997 ആത്മോപദേശ ശതകത്തിൻ്റെ 100-ാം വർഷം. ശരിയല്ലേ? 1997 ആത്മോപദേശ ശതകം 100-ാം വർഷം ആഘോഷിച്ചത്. അങ്ങനെയാണെങ്കിൽ 112 വർഷങ്ങൾ കഴിഞ്ഞു ആയി. അപ്പം 112 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആശയം ചർച്ച ചെയ്യുമ്പോൾ ആ 112 വർഷങ്ങൾക്ക് പിറകിൽ 5000 ചില്ലാനും വർഷങ്ങൾക്ക് പിറകിലുള്ള ഉപനിഷത്ത് ആശയങ്ങളെ തന്നെയല്ലേ ഗുരു ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്? കാലം എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും അത് നിലകൊള്ളുന്നു എന്ന് പറയും. അപ്പൊ ഇതിന് നമ്മൾ ഇവിടെ നമുക്ക് ഈ സത്യത്തെ അറിയുക, അല്ലെങ്കിൽ ഞാനാകുന്ന സത്യത്തെ എനിക്ക് ബോധിപ്പിച്ച് തരാൻ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു മാധ്യമം, ഒരു ഉപാധി ആണ് എന്ത്? ഈ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞ മുനി. അതിലെൻ്റെ മൂർത്തിയെ, ഞാനാകുന്ന മൂർത്തിയെ നിർത്തണം. ഞാൻ അതിൽ സമർപ്പിതനാകണം. ഇപ്പൊ ഇവിടെ ഞാൻ ആരാണ് ഇവിടെ സമർപ്പിതനാകുന്നത്?
ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സമർപ്പണം എങ്ങനെയുള്ളതാണ്? അതായത് ഞാൻ കേവലം എൻ്റെ ശരീരത്തെ അല്ല സമർപ്പിക്കുന്നത്, മറിച്ച് ഞാൻ എൻ്റെ അഹങ്കാരത്തെ ആയിരിക്കണം സമർപ്പിക്കേണ്ടത്. അഹങ്കാരം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് പറയുമ്പം ചിലപ്പോൾ അത് ഈ ആശയം പൂർണ്ണമായി വ്യക്തമായിക്കൊള്ളണമെന്നില്ല. അതായത് ഒരു രാജാവ് ഒരിക്കൽ ജയിലിൽ പോയി. ജയിലിൽ രാജാവ് പോയത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ ഈ ആളുകളുടെ ക്ഷേമമൊക്കെ അന്വേഷിക്കാൻ, എന്താ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് രാജാവ് പോയത്. അപ്പോൾ രാജാവ് പോയിട്ട് ഓരോരുത്തരോടായിട്ട് ചോദിച്ചു എന്തൊക്കെയാ വിശേഷങ്ങൾ എന്ന്. അപ്പോൾ കൂടുതൽ പേരും രാജാവിനോട് പറഞ്ഞത്, ഞാൻ നിരപരാധിയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മഹാരാജൻ, എന്നെ വെറുതെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക, ഇവിടെ എന്നെ പീഡിപ്പിക്കുകയാണ്, ഇവിടെ എനിക്ക് മതിയായ യാതൊരു സൗകര്യങ്ങളും കിട്ടുന്നില്ല എന്ന് ഓരോരുത്തരും പറഞ്ഞു എന്നാണ്. അപ്പം അതിൽ ഒരാളൊന്നും പറയുന്നില്ല. അപ്പം അയാൾ അതൊരു അത്ഭുതം തോന്നി രാജാവിന്. രാജാവ് ചോദിച്ചു, എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ, എന്താ നിങ്ങളുടെ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് മഹാരാജൻ, ഞാൻ ഈ അനുഭവിക്കുന്ന ഇതൊക്കെ എനിക്ക് അർഹതപ്പെട്ടതാണ്, കാരണം ഞാൻ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ തികച്ചും ഇത് അനുഭവിക്കാൻ യോഗ്യനാണ്, എനിക്കിത് വേണ്ടതാണ്, ആവശ്യമുള്ളത്. അപ്പം രാജാവ് പറഞ്ഞു എന്നാണ്, ഇത്രയും വിശുദ്ധരായവരുടെ കൂടെ ഒരു പാപിയെ എന്തിനെങ്ങനെ നിർത്തിയിരിക്കുന്നു, അയാളെ പുറത്തു വിടാൻ. അപ്പം നമ്മളിവിടെ ഒരു സറണ്ടറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ആശ്രമങ്ങളിലും അല്ലെങ്കിൽ ഒക്കെ നമ്മൾ കാണാറുണ്ട്, നമ്മളൊരു അഭിനയത്തെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഒരു ആശ്രമത്തിലേക്ക് പോകുമ്പം ഒരു സ്വാമിയുടെ അടുത്ത് എങ്ങനെയായിരിക്കണം, ഒരു യാന്ത്രികത നമ്മൾ സൃഷ്ടിക്കുന്നു എന്ന് പറയാം. ഇത്തരത്തിലൊരു യാന്ത്രികമായ ഒരു സമീപനത്തെ ഗുരു പറയുന്നത്. ഗുരു എന്ന് പറയുന്ന സങ്കല്പം തന്നെ നമ്മൾ ഗുരുഗീതയിൽ കാണും. ത്വമേവ മാതാച്ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ആരാണ് അങ്ങ് എല്ലാമാണ് എന്ന് പറയാം. വിദ്യയാണ്, ബന്ധുവാണ്, അമ്മയാണ്, സുഹൃത്താണ്, സർവം എൻ്റെ എല്ലാമാണ്. അത്തരത്തിലൊരു മാനസികാവസ്ഥ ഈ ഒരു സാന്നിധ്യത്തിലേക്ക് നമുക്കുണ്ടാവണം. വളരെ വളരെ പ്രധാനമാണ്. അതുണ്ടാകുന്നില്ല എങ്കിൽ ആ സാന്നിധ്യത്തിൽ നിന്നൊക്കെ വിട്ടുപോയിക്കൊള്ളാം, ഗുരു എത്ര കേമനായാലും. ഒരു മാതൃത്വം, ഒരു മാതാവിനോട് എന്ന പോലെ നമുക്ക് അടുക്കാൻ സാധിക്കുന്നു, ഒരു പിതാവിനോടെന്ന പോലെ, ഒരു സുഹൃത്തിനോടെന്ന പോലെ, ആ ഒരു വളരെ അനായാസേന യാതൊരു വിധത്തിലുള്ള ഈ ഔപചാരികതയും കൂടാതെ നമുക്കൊരു ബന്ധത്തെ സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഒന്നിനും വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കാലുഷ്യത്തെ നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഈ സത്യം വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ വെളിപ്പെട്ട് കിട്ടാൻ നമുക്കുണ്ടായിരിക്കേണ്ട സമീപനം എന്തായിരിക്കണം, അതിനെ ഗുരു പറഞ്ഞതിനെ പറയാൻ. അവിടെ നമ്മൾ ഏതെങ്കിലും വിധത്തിലുള്ള വലിയ ക്യൂ ഒക്കെ നിന്ന് ദർശനം മേടിച്ചിട്ട് നേടിയെടുക്കേണ്ടതാണോ? ഒരു ക്യൂവിൽ മാത്രം ഒരിക്കൽ കണ്ടു, പിന്നെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ വളരെ പണിപ്പെട്ട് ഒരു എഴുത്തയച്ചു, എന്നിട്ടൊരു മറുപടി കിട്ടി. ഇങ്ങനെ നമ്മൾ ഈ ഒരു സത്യത്തെ അറിയാൻ കേവലം ഇങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള ഈ വേഷമൊക്കെ ധരിച്ചിട്ടുള്ള, അതിൽ പ്രത്യേകിച്ച് കാഷായ വേഷമൊക്കെ ധരിച്ചിട്ടുള്ള ഒരു സാന്നിധ്യത്തിൽ നിന്ന് മാത്രമേ ഈ രഹസ്യം വെളിപ്പെട്ട് കിട്ടൂ എന്ന് കരുതി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ക്യൂ നിൽക്കുകയാണെങ്കിൽ അത് മതിയാക്കിക്കൊള്ളാനാണ് പറയുന്നത്.
അങ്ങനെ ക്യൂ നിന്നിട്ട് കിട്ടേണ്ടതല്ല ഇത് നിങ്ങൾക്ക് കടൽ തീരത്ത് നിന്ന് സംഭവിക്കും. ആ കടല് പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞ മുനി തന്നെയാണ്. ഇതിലെ ഗുരു പറയുന്ന പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനി ജനത്തെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഇതൊരു ഗംഭീര പ്രഖ്യാപനമാണ്. സമുദ്രത്തിന് അത് സാധിക്കും, സൂര്യനത് സാധിക്കും. സൂര്യന്റെ സാന്നിധ്യത്തിലേക്ക് ആ സൂര്യനെ മനസ്സുകൊണ്ട് ആവാഹിക്കുന്ന സമയത്ത് ആ ഗായത്രി ചൊല്ലുന്നത് ഇത് തന്നെയാണ്. ഓം ഭൂർഭുവ സ്വഃ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അല്ലയോ സവിതാവേ, യാതൊന്നാണോ അങ്ങേക്ക്, യാതൊന്നിൻ്റെ സാന്നിധ്യമാണ്, യാതൊന്നിൻ്റെ ചൈതന്യമാണ് അങ്ങ് കടമെടുത്ത് ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്. ആ വരേണ്യമായ ആ തേജസ്സിനെ ഞാൻ ധ്യാനിക്കുന്നു. എൻ്റെ ബുദ്ധിയെ ഞങ്ങൾ ധ്യാനിക്കുന്നു. എൻ്റെ ബുദ്ധിയെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിച്ചാലും. അതുകൊണ്ട് ഈ സത്യം സൂര്യനെ ഉപാസിക്കുന്ന ശിഷ്യൻ പറയുന്നു, ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയെ. സത്യധർമ്മനായിട്ടുള്ള എനിക്കായിക്കൊണ്ട് ആ ദൃഷ്ടി എന്നിൽ പ്രകടമാക്കിയാൽ. ഹേ പൂഷൻ, അല്ലയോ പ്രപഞ്ചത്തെ പോഷിപ്പിക്കുന്ന സൂര്യ ഭഗവാനെ. ഇങ്ങനെയൊരു സമീപനം. പക്ഷേ ഇന്ന് നമ്മൾ എന്തിനെയൊക്കെയോ ഭയന്ന്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഒന്നുകൂടെ വിസ്തരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഹിന്ദുക്കളായി എന്നുള്ള ഒരു കാര്യം കൊണ്ട്, ഹിന്ദുക്കൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യം വേണമല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ചിലർ പോകുന്നു. നമുക്കൊരു മതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ മതത്തിൽ പറയുന്ന സത്യം, ഈശ്വരൻ ഇങ്ങനെയൊന്നും പറയുന്നത് നമുക്കിപ്പോൾ പ്രത്യക്ഷമായിട്ട് ഈശ്വരനെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പം ഈശ്വരനെ അറിഞ്ഞ ആളുകളാണ്, അവരെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം തീരും. ഇതൊക്കെ ഒരു അജ്ഞാനം തന്നെയാണ്. കാരണം ഇവിടെ ഗുരുക്കന്മാർ നമ്മളോട് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഇത് അറിയണം എന്ന് തന്നെയാണ്. ഇത് അറിഞ്ഞവനെ പോയി കാണൂ ഗുരു ഇവിടെ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. അതായത് ഗുരുക്കന്മാരുടെ ജോലി എന്താണെന്നറിയോ? സത്യം പറഞ്ഞാൽ ഗുരുക്കന്മാർക്ക് ഒറ്റ ജോലിയേ ഉള്ളൂ, ഒരേ ഒരു ജോലി, ഒരു കൺഫർമേഷൻ തരാനുള്ളവരാ ഗുരുക്കന്മാർ. എന്ന് പറഞ്ഞാൽ നീ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുക മാത്രമാണ് അവരുടെ ജോലി. നീ അറിഞ്ഞവനാണ് എന്ന് പറയുക. നീ അറിഞ്ഞിട്ടില്ല എന്നല്ല അവനോട് പറയുന്നത്, നീ അറിഞ്ഞവനാണ്, നീ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയാനാണ്. അല്ലെങ്കിൽ നീ അതാണ്. നമ്മുടെ ഗുരുക്കന്മാരൊക്കെ അതാണല്ലോ പറഞ്ഞത്. തത്വമസി എന്ന് പറയുമ്പോൾ എന്താണ് അവർ പറഞ്ഞത്? നീ അതാണ്, നീ നാളെ അതാകും എന്നല്ല. വർത്തമാനകാലത്തിലാണ് അത് പ്രയോഗിച്ചത്. അസിയാണ് പ്രയോഗം. നീ അതാകുന്നു. അത് തന്നെയാണ് അവനും പറയുന്നത്. അഹം ബ്രഹ്മാസ്മി, ഞാൻ അതാകുന്നു. അതുകൊണ്ട് ഇതിനാണ് ഞാനൊരു സാന്നിധ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നതെങ്കിൽ ആ സാന്നിധ്യം എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെയായിരിക്കണം. ത്വമേവ മാതാച്ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവ ദേവ. അത്തരത്തിലൊരു സമർപ്പണം, അതിനെ നമ്മൾ കണ്ടെത്തണം. അതിനെ കണ്ടെത്താൻ എങ്ങനെ സാധിക്കും? ഇതായിരിക്കാം അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടും. ഇങ്ങനെയൊരു പ്രണവമുണർന്ന മുനി എനിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇതിന് ഉത്തരം, നമുക്കിങ്ങനെ ഒരു ചിന്ത ഉണ്ടായി എങ്കിൽ നമ്മൾ ഏത് ഉഗാണ്ടയിലാണെങ്കിലും അവിടെ എത്തിക്കൊള്ളും ഗുരു എന്നാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ആ സാന്നിധ്യം. നിങ്ങളെ ഈ സത്യം ബോധിപ്പിക്കാൻ, ഈ സത്യത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ ഒരാളിൽ ഇവിടെ എന്താ പറയുക, അത് അവനിൽ ഉണ്ടാകുകയും എന്നിട്ട് അവന് സത്യം അറിയാൻ പറ്റാതെ ഈ ലോകം വിട്ടു പോകുന്ന ഒരവസ്ഥ ഭാരതം ഒരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ല. എവിടെയും എത്ര വിരുദ്ധമായ സാഹചര്യങ്ങളാണെങ്കിലും. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതി തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ബോധ്യപ്പെടേണ്ടതാണ്. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാകട്ടെ,
സത്യമറിയുന്ന കാര്യത്തിൽ ഒരാളെയും വിലക്കാൻ പ്രകൃതി അനുവദിക്കില്ല. പ്രകൃതി പല പ്രകാരത്തിൽ അവരെ അനുഗ്രഹിക്കും. ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ 3ാം ക്ലാസ് പരീക്ഷ എഴുതാതെ തൻ്റെ കാതിലെ 2 കമ്മലും ഊരി പണയപ്പെടുത്തി ഒന്നിൽ നിന്ന് എന്തോ 3.25 രൂപയും മേടിച്ച് പോകുന്ന വെങ്കിട്ട രമണൻ ആവശ്യത്തിന് കാശ് എടുത്ത് അത് ഭക്ഷണവും കഴിച്ച് ബാക്കി വന്ന കാശ് തലമുണ്ടനം ചെയ്ത് ബാക്കിയുള്ളത് അവിടെ കുളത്തിലേക്കിട്ട് ധ്യാനനിരതനായ രമണ മഹർഷി, പിന്നീടായിത്തീരുന്ന രമണ മഹർഷി, ആ വിരൂപാക്ഷ ഗുഹയിൽ നിന്ന് ഈ സത്യത്തെ അറിയാതെ താൻ പുറത്തിറങ്ങില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന രമണ മഹർഷിയെ സംബന്ധിച്ച് ഈ സത്യത്തെ ഒരു സംശയത്തിൻ്റെ ഒരു അണുപോലുമില്ലാതെ മഹർഷി ആ സത്യം സാക്ഷാത്കരിക്കുന്നുണ്ട്. ആ വിരൂപാക്ഷ ഗുഹയിൽ നിന്ന് ഈ സത്യത്തെ അറിയാതെ താൻ പുറത്തിറങ്ങില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന രമണ മഹർഷിയെ സംബന്ധിച്ച് ഈ സത്യത്തെ ഒരു സംശയത്തിൻ്റെ ഒരു അണുപോലുമില്ലാതെ മഹർഷി ആ സത്യം സാക്ഷാത്കരിക്കുന്നുണ്ട്. പിന്നീട് എത്രയോ പേർക്ക് ഈ സത്യം വെളിപ്പെട്ട് കിട്ടുന്നതിന് ഗുരു ഒരു സാന്നിധ്യമായി, മഹർഷി ഒരു സാന്നിധ്യമായി അവിടെ ഇരുന്നിട്ടുണ്ട്. അതാണല്ലോ ശ്രീനാരായണ ഗുരുദേവനും ടാഗോറും തമ്മിൽ ശിവഗിരിയിൽ വെച്ച് കാണുന്നുണ്ട്. അവരൊന്നും സംസാരിച്ചിട്ടില്ല. കുറേ നേരം നിശബ്ദരായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് ടാഗോർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത്, യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പർവ്വതം പോലെ ഒരു മനുഷ്യനെ, ഇത്രയും സുന്ദരനായ പർവ്വതം പോലെ പർവ്വതാകാര രൂപിയായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിനെ അനുസ്മരിക്കുന്നുണ്ട്. പർവ്വതത്തോടാണ് സാദൃശ്യപ്പെടുത്തിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. എന്തോ ഒരു അമാനുഷനായിട്ടുള്ള ഒരു വളർന്ന് വിരാജിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വം. രമണ മഹർഷിയും നാരായണ ഗുരുദേവനും തമ്മിൽ നോക്കിയിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവസാന ആശ്രമത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ആരാണ് രമണ മഹർഷി എന്ന് ശ്രീനാരായണ ഗുരുദേവൻ എഴുതുന്നത് ഒരു മുനിചര്യ പഞ്ചകം. അതവിടെ ആശ്രമത്തിലെ സന്ദർശകരുടെ ബുക്കിൽ എഴുതി വെക്കുന്നത്. ഇതൊക്കെ ഒരു പ്രണവമുണർന്ന മുനിജനങ്ങൾ തമ്മിലുള്ള ഇരിപ്പാണത്. അവിടെ ചോദിക്കാനും അവർക്കൊന്നുമില്ല, പറയാനും ഒന്നുമില്ല. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഭഗവത്പാദർ അവതരിപ്പിക്കുന്ന ചിത്രം വടതരോർമൂലെ വൃദ്ധാ ശിഷ്യ ഗുരുർയുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. ആ സാന്നിധ്യത്തിൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ആ സാന്നിധ്യത്തിൽ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടുന്നു. എല്ലാ സംശയങ്ങളും. ഇത്തരത്തിലൊരു സാന്നിധ്യം ഈ വിശ്വം നിറയെ ഉണ്ട്. ആ സാന്നിധ്യത്തെ അനുഭവിക്കാൻ പാത്രീഭൂതരാകുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് ഗുരു ഇത്രയും ശ്ലോകങ്ങൾ പറഞ്ഞത്. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. ഇതിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിൽ നമ്മെ ഈ വിശ്വത്തിൽ എവിടെയെങ്കിലും നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? സംശയലേശമന്യേ. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരിൽ ഇത്തരത്തിലുള്ള സമർപ്പണം നടത്തുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥതകളെ താലോലിക്കുന്ന മനസ്സാണ്. മനസ്സ് സംശയങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നു. മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ളത് വ്യക്തികളെ സംശയിക്കുന്നതാണ്. കാരണം മനസ്സിന്റെ സ്വഭാവം തന്നെ അതാണ്. മനസ്സിനെ ഗുരുക്കന്മാർ നിർവചിച്ചിരിക്കുന്നത് സംശയാത്മിക എന്നാണ്. ഇവനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സംശയം കൊണ്ടാണ്. ഇവനെ ഉണ്ടാക്കിയിരിക്കുന്ന റോ മെറ്റീരിയൽ സംശയമാണ്. സംശയാത്മിക. അതുകൊണ്ട് എവിടെയാണ് നമ്മുടെ ആ ഒരു പൂർണ്ണമായ ഒരു സമർപ്പണം? ആ സമർപ്പണം എന്ന് പറയുന്നത് സമുദ്രത്തിന് സമർപ്പിക്കുന്നത് പോലെയാണ്.
ഞാൻ വേറെയല്ല എന്ന് ഉള്ള ഒരു സമർപ്പണമുണ്ടല്ലോ, അതാണ്. അങ്ങനെ ഒരു സാന്നിധ്യം നമുക്ക് ഈ വിശ്വത്തിൽ ഉണ്ടായിരിക്കണം. ആ ഒരു സാന്നിധ്യം, അതിനാണ് പൂർവന്മാർ അഗ്നി, സൂര്യൻ, സമുദ്രം, വൃക്ഷം, പർവ്വതം ഇതിനെയൊക്കെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. അതിൻ്റെ വലുപ്പം കാണുമ്പോൾ നമ്മുടെ ചെറുപ്പം നമുക്ക് ബോധ്യമാകും. അത്തരത്തിലൊരു സാന്നിധ്യം അത് വളരെ വളരെ ആവശ്യമാണ്. ആ സാന്നിധ്യത്തിലാണ് നമ്മുടെ ഈ വക സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടുകയും, അതുകൊണ്ടാണല്ലോ ഭാഗവതത്തിൽ ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ പ്രപഞ്ചം ഗുരുവിൻ്റെ ഭാവത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പെരുമ്പാമ്പ് ഗുരുവായി വരുന്നതും എല്ലാം, മഴ പോലും ഗുരുവാവുന്നത്, ഒരു ഉറുമ്പിന് പോലും ഈ മഹാദൗത്യം ചെയ്യാനുണ്ട്. യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്ന സംശയത്തിന് മഹാഭാരതത്തിൽ യുദ്ധത്തിന് മുൻപായി ഓടുന്ന പുഴുവിനോട് വ്യാസൻ സംസാരിക്കുന്ന, വ്യാസരും പുഴുവും തമ്മിലുള്ള സംവാദത്തെക്കുറിച്ച് ഭീഷ്മർ യുധിഷ്ഠിരർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓടുന്ന പുഴുവിനോട് വ്യാസർ ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് ഇത്ര വെപ്രാളപ്പെട്ട് ഓടുന്നത്? അപ്പൊ അത് പറയുന്നു, ഇതാ യുദ്ധം ആരംഭിക്കാൻ പോകുന്നു. ചാട്ടവാറുകളെ കൊണ്ട് അടിച്ച ഈ കുതിരകൾക്ക് അടിയേറ്റ്, ചാട്ടവാറിൻ്റെ അടിയേറ്റ് പുളഞ്ഞോടുന്ന രഥചക്രങ്ങളുടെ ശബ്ദം അങ്ങ് കേൾക്കുന്നില്ലേ? ഞാനതിൻ്റെ അടിയിൽ പെട്ട് ഇല്ലാതെയാകും, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഓടുകയാണ്. അതുകൊണ്ട് വ്യാസൻ അതിനോട് ചോദിക്കുകയാണ്, ഹേ കീടമേ, നീ എത്ര നിസ്സാരനാണ്! നീ ഈ ചക്രത്തിൻ്റെ, വലിയ ചക്രത്തിൻ്റെ ഇടയിൽപ്പെട്ട് നിന്റെ ജീവിതം ഇല്ലാതെയാകുന്നുവെങ്കിൽ നീ എന്തിനു വ്യസനിക്കണം? അപ്പോൾ അത് പറയാണ്, അല്ല, അങ്ങനെയല്ല. എനിക്കെൻ്റെ സാഹചര്യം, എനിക്കെൻ്റെ ചുറ്റുപാട്, എൻ്റെ ശരീരം, ഈ ചുറ്റുപാടുകളെല്ലാം എനിക്ക് വിലപ്പെട്ടതാണ്. അങ്ങനെ അതിൽ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഈ ചെറിയ കീടം വ്യാസരോട് പറയുന്നുണ്ട്. അത് ഭീഷ്മര് യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുക. യുധിഷ്ഠിരൻ ചോദിക്കുന്ന സംശയമാണ്, അല്ലയോ പ്രഭോ, പിതാമഹ, എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ഇല്ലാതെയാകാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ ഇല്ലാതെയാകാൻ വേണ്ടിയിട്ട് യുദ്ധത്തിൽ അവർ വ്യാപൃതരാകുന്നത്? ജീവനെ ഹോമിക്കാൻ വേണ്ടി, ജീവനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു കൂട്ടർ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയും അതേപോലെ തന്നെ മറ്റൊരു കൂട്ടർ യുദ്ധഭൂമിയിൽ ജീവിക്കാൻ വേണ്ടുന്ന ഒരു വെപ്രാളം, ജീവിതത്തെ നിലനിർത്താൻ വേണ്ടി വെപ്രാളപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ച സംശയത്തിനാണ് ഈ സംവാദത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു പുഴുവിൽ നിന്ന്, അതായത് പുഴുവായിട്ടുള്ള സംവാദത്തിലൂടെ വ്യാസൻ നമ്മളോട് പറയുകയാണ്, ഇത്തരത്തിലുള്ള സംവാദത്തിലേക്ക്. ഇന്ന് നമ്മളോടൊരു അമ്മ പറയുമായിരുന്നു, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്, സസ്യങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവും എന്ന്, അല്ലെങ്കിൽ അത് സാധിക്കുമെന്ന്. ചിലപ്പോൾ നമുക്ക് കേൾക്കുന്നവർക്ക് വട്ടാണ് എന്നൊക്കെ തോന്നുമായിരിക്കാം. അത് വട്ടല്ല, അത് ഇപ്പം നിങ്ങൾ വളരെ നന്നായിട്ട് വളർത്തുന്ന സസ്യങ്ങൾ 2 ദിവസം നിങ്ങൾ വീട് വിട്ട് എവിടെയെങ്കിലും പോയി അതിന് നനയ്ക്കാൻ ഏർപ്പാടുണ്ടാക്കിയിട്ടും നനച്ചില്ല എന്നറിയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ ആ വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ ദാഹമായിട്ട് നമ്മൾ എളുപ്പത്തിൽ അതുമായിട്ട് സംവദിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് സാമ്യപ്പെടും. എന്നിട്ട് നമ്മൾ അതിന് നമ്മുടെ ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ എല്ലാം അവിടെ വെച്ചിട്ട് ആദ്യം വന്ന് അതിനൊക്കെ കുറച്ച് നനച്ചിട്ട് നമ്മൾ ബാക്കി ജോലി ചെയ്യാൻ തന്നെ നമ്മൾ പോകുള്ളൂ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപൃതരാകും. ഞാൻ കുറച്ചൊന്ന് നനച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ അതുമായിട്ട് അതിൻ്റെ ദാഹം നമ്മുടെ ദാഹമായിട്ട് മാറുന്നു. അപ്പോൾ അത് ആവശ്യപ്പെടുകയാണ് നമ്മളോട്, എനിക്കൊരല്പം വെള്ളം തരും, നിങ്ങൾ എത്ര ദിവസമായി ഇവിടുന്ന് എന്നെ വിട്ടു പോയിട്ട് എന്ന്. അപ്പോൾ അതൊരു ആശയവിനിമയം തന്നെയാണ്. അപ്പം ഏതൊരു സത്യത്തെയാണോ നമുക്കിവിടെ വെളിപ്പെട്ട് കിട്ടേണ്ടത്, ഇത് വലിയ സംഘർഷപൂരിതമായിട്ടുള്ള ഒരു ചോദ്യമൊന്നുമല്ല നമ്മുടെ ഉള്ളിൽ. ഞാൻ ആരെന്ന ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം കിട്ടേണ്ടത്. കസ്ത്വം കോഹം, നീ ആര് എന്നത്, അതിൻ്റെ ഉത്തരം നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ ഈ വിശ്വത്തിൽ അനേക ഘടകങ്ങളുണ്ട്. ആ സാന്നിധ്യത്തിലേക്ക്, അതിൻ്റെ
വെളിപ്പെടുത്തലുകളാണ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ നമ്മൾ കാണുക. കൃഷ്ണൻ അതിന് ഒരു ഉപാധിയാണ്. കൃഷ്ണനിലൂടെ യശോദ കൃഷ്ണന്റെ വായയിൽ ഈ ഭുവനം മുഴുവൻ കണ്ടു എങ്കിൽ കൃഷ്ണനേക്കാൾ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ കൃഷ്ണനേക്കാൾ എന്തുകൊണ്ടും യോഗ്യത അവിടെ ആ സന്ദർഭത്തിൽ യശോദയ്ക്ക് തന്നെയാണ്. കാരണം കൃഷ്ണൻ ഒരു നിമിത്തം മാത്രമേ ആകുന്നു. ആ നിമിത്തത്തിലൂടെ ആ വായ്ക്കകത്ത് ഭുവനം ദർശിക്കുന്നുവെങ്കിൽ ആ ദർശന സാമർഥ്യം ഉൾക്കൊണ്ട ഒരു മനസ്സുണ്ട് അവിടെ. നമ്മളൊക്കെ നോക്കുന്ന സമയത്ത് മഞ്ഞപ്പിത്തത്തിൻ്റെ ചില ലാഞ്ചന കാണും നമ്മുടെ കുട്ടികളുടെ വായ്ക്കകത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ. നാക്ക് വടിക്കണം എന്നാ തോന്നുന്നു ഈ കുട്ടിയുടെ, പാലിൻ്റെ പാടയോ അതൊക്കെ കാണുന്നവർ. അപ്പം അതൊരു വളരെ വേറിട്ട ഒരു ഇതാണ്. അപ്പം അവിടെ ഒരു കുട്ടി അത് കാണിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയിലൂടെ അത് ആ അമ്മ തിരിച്ചറിയുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സത്യം വെളിപ്പെടുത്തി തരാൻ ഈ ലോകം മുഴുവൻ റെഡിയാണല്ലോ. ഇതാണ് നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുക. അപ്പം നമുക്ക് മനസ്സിലാവും, ഞാൻ ഒഴികെ ഞാൻ മാത്രമാണ് ഈ സത്യത്തിനെതിരായി ഇവിടെ നിൽക്കുന്നത്. ഞാൻ മാത്രമാണ് ഈ സത്യത്തിന് മുഖം തിരിച്ച് നിൽക്കുന്നതെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഈ സത്യം നമുക്ക് സത്യത്തോട് നമ്മൾ അടുക്കുമ്പോൾ. അപ്പം ഈ വെറി പിടിച്ചുള്ള ഓട്ടമൊക്കെ മതിയാക്കാമെന്ന് പറയാം. നിങ്ങൾ ഓടിക്കോളൂ. ആ ഓട്ടങ്ങൾക്കൊക്കെ ഈ സത്യത്തെ വെളിപ്പെടുത്തി തരാൻ അതിന് സാധിക്കണമെങ്കിൽ നമ്മൾ ഈ മനസ്സിൻ്റെ ഈ ഒരു ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ എവിടെ നിന്നും അത് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറയാം. ഇപ്പൊ പലരും നിർബന്ധിച്ച് രാമകൃഷ്ണദേവനെ സർക്കസ് കാണാൻ കൊണ്ടുപോകുന്ന സമയത്ത് രാമകൃഷ്ണദേവൻ പറയും, അപ്പനെ ഞാൻ അവിടേക്ക് വരുന്നില്ല എന്ന്. അതെന്താ ഗുരുദേവ, ഞാൻ ഇതിനു മുമ്പും വന്നിട്ട് എനിക്ക് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയല്ല നമുക്ക് പോവാം. അങ്ങനെ പറഞ്ഞ് രാമകൃഷ്ണദേവനെ കൊണ്ടുപോകും അവർ. അങ്ങനെ രാമകൃഷ്ണദേവൻ ഓരോ സമയത്ത് ഓരോ കാഴ്ചകൾ കാണുന്ന സമയത്ത് രാമകൃഷ്ണദേവൻ സമാധിസ്ഥനാകും. അദ്ദേഹത്തിന് എപ്പോഴും ഈ എന്തെങ്കിലും ഒരു കാഴ്ച മതി, അദ്ദേഹം പെട്ടെന്ന് അതിലേക്ക് അങ്ങോട്ട് വീണുപോകും. ആ വീണ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇല്ല അവിടെ. അപ്പം ഏത് നേരം ആരെങ്കിലുമൊക്കെ വേണം പിടിക്കാൻ. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടേ, ഇനി ഈ സത്യം അറിഞ്ഞാൽ റോട്ടിലൊക്കെ വീണു പോവുമോ എന്ന്. രാമകൃഷ്ണദേവനെ സംബന്ധിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഈ കുതിരയിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് കയറാൻ പോകുന്ന ആ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുതിരയിൽ ഒരു കാല് കുതിരയിൽ വെച്ച് ഒരു കാല് ഭൂമിയിൽ വെച്ച് ഇങ്ങനെ പോകുന്ന ആൾ കണ്ട് ആ കുതിരയിലേക്ക് കയറുമ്പോഴേക്ക് രാമകൃഷ്ണദേവൻ ആ ഒരു ഭാവത്തിലേക്ക്, രണ്ട് നദികൾ ചേരുന്ന സംഗമം കാണുന്ന പ്രയാഗ് കാണുന്ന സമയത്ത്, ഒരു കുരുവി വന്ന് പൂ നുകരുന്ന സമയത്ത്, ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ ദൃശ്യങ്ങൾ അദ്ദേഹത്തെ താൻ ആ പ്രപഞ്ചവുമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. രാമകൃഷ്ണദേവൻ്റെ വചനാമൃതത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാം. നമ്മൾ പറഞ്ഞല്ലോ ആദ്യ ദിവസം ഈശാവാസ്യത്തിന് ഭാഷ മൊഴിമാറ്റം നടത്തിയിട്ട് അത് കേൾപ്പിച്ചു കൊടുത്ത സമയത്ത് ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കൊണ്ട് ചരിക്ക നീ മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം എന്ന് കേട്ട സമയത്ത് അതൊരു ഉറപ്പായത്, അതൊരു സാന്നിധ്യമായിരുന്നു. എഴുന്നേറ്റ് പോകുന്ന ഒരു പോക്ക്, ഇനിയൊന്നും അറിയാനില്ല എന്ന ആ ഒരു തീരുമാനം എടുത്തുകൊണ്ടുള്ള ഒരു പോക്ക്. അപ്പൊ എന്തിനാണ് ഞാൻ ഇത്തരം സാന്നിധ്യത്തെ, ഇത്തരം പ്രതീകങ്ങളെ, അത് ആശ്രമങ്ങളാണെങ്കിലും ഗുരുക്കന്മാരാണെങ്കിലും അതിനെ ഞാൻ സമീപിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ആലോചിക്കുക. അതിൽ ഞാൻ എൻ്റെ ആ ഉദ്ദേശം വളരെ വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അതിൽ നമ്മൾ നീക്കുപോക്ക് ഉണ്ടാക്കരുത്. മറ്റു പലതും ആണെങ്കിൽ ഇപ്പോൾ ക്ലബ്ബിൽ ഞാൻ അംഗമാണ്. ഒരു ക്ലബ്ബ് എന്തിനുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പല എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, പല വിനോദങ്ങളുണ്ട്. ഇപ്പോൾ വൈകിട്ട് പോയി കഴിഞ്ഞാൽ ഈ പിരിമുറുക്കങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാം. കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുമായിട്ട് തമാശ പറയാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാർഡ്സ് കളിക്കാം, ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അങ്ങനെ ഇതൊക്കെ വിട്ട് വേറൊരു ലോകത്തിൽ കുറച്ച് നേരം നമുക്ക് ചെലവഴിച്ച് പോവാം. അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു ക്ലബിലെ അംഗമാണ്. തെറ്റാണോ? തെറ്റല്ല. അതുപോലെ പല സംഘടനകളിലും നമുക്ക് അംഗമാകാം. മനുഷ്യരാണ്, വൈവിധ്യങ്ങളെ ആഗ്രഹിക്കുന്നവരാണ്. സത്യത്തെ അറിയാൻ, ഈ സ്വരൂപത്തെ കാട്ടിത്തരുന്ന കാര്യത്തിൽ ഇവിടെ ഗുരു പറയുന്ന
ആചാര്യന്മാർ പറയുന്ന കാര്യത്തിൽ നീക്കുപോക്ക് ഉണ്ടാവരുത് എന്ന് പറയും. അപ്പം അധികാരി അല്ലെങ്കിൽ ശിഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഗുരു എന്നത് അതിനെ വെളിപ്പെടുത്തി തരുന്ന, നീ അതാണ് എന്ന് പറയുന്ന സാന്നിധ്യം ഇവിടെ നിറയവുണ്ട്. പക്ഷെ നമ്മൾ അന്വേഷിക്കുന്നത് എവിടെ എന്നെ സത്യം ബോധിപ്പിച്ച് തരാൻ പറ്റുന്ന ഒരു ഗുരു ആരുണ്ട് എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്. അതൊരു കാലത്തും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ വിവാഹത്തിന് പരസ്യം കൊടുക്കുമല്ലോ, സുന്ദരിയും സുശീലയും സുമുഖിയും. നമുക്കറിയാം ഇത് വായിക്കുമ്പോൾ ഇതിങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന്, അല്ലേ? സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനും. ഇതൊക്കെ എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, എല്ലാ തന്നെ അല്ലേ. പക്ഷെ എഴുതുമ്പോൾ നമ്മളെ പരസ്യപ്പെടുത്തുമ്പോൾ എങ്ങനെ വേണം, ഇങ്ങനെയൊക്കെ വേണം എന്ന് പറയും. അങ്ങനെ ഒരു പരസ്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അതിനെ അന്ധമായിട്ട് വിശ്വസിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ അവരുടെ അഡ്രസ്സ് വെച്ച് ആരോടൊക്കെ നമ്മൾ അന്വേഷിക്കും, ഇങ്ങനെ ഒരാളുണ്ടല്ലോ. അങ്ങനെ ഒരാൾക്കൊരു അബദ്ധം പറ്റിയത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു വേലായുധനെ കുറിച്ച് ഒരാൾ അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ആള് എങ്ങനെയാ, ആള് താമര പാർട്ടിയാണെന്ന് പറഞ്ഞത് ഇല്ലേ. താമര പാർട്ടി വലിയ രാഷ്ട്രീയ പാർക്കാണ് ഇല്ലാത്തത് എന്ന് വിചാരിച്ചു കഴിച്ചു കൊടുത്തു എന്നാണ് പിന്നെയല്ലേ അറിയുന്നത് ആള്. അപ്പോഴേ ഈ പറഞ്ഞ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്, ഇങ്ങനെയാണല്ലോ ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു. അതെ, ഞാനത് ഡയറക്റ്റായിട്ട് പറയണ്ടെന്ന് വെച്ചാൽ താമര എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു പാർട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അന്വേഷിക്കുന്നു ഇങ്ങനെ. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. സൂര്യനെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആരോടും അന്വേഷിക്കേണ്ടി വരില്ല. സമുദ്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. പക്ഷെ സമുദ്രത്തിന് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രശ്നവുമായി സമുദ്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. നമ്മൾ ഇതുവരെ നമ്മുടെ പ്രശ്നങ്ങളുമായി സമീപിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ പ്രശ്നക്കാരുടെ അടുത്താണ്. അവർക്ക് പരിഹാരം തരാൻ സാധ്യമല്ല. അതൊരു സത്യമാണ്. അതുകൊണ്ട് ഓം പ്രശ്നമിത പ്രശ്നം പ്രശ്നാത് പ്രശ്നമുദച്യതേ പ്രശ്നസ്യ പ്രശ്നമാതായ പ്രശ്നമേവ അവശിഷ്യതേ ഓം അശാന്തി അശാന്തി അശാന്തി. പ്രശ്നാത് പ്രശ്നമുദച്യതേ, പ്രശ്നത്തിൽ നിന്ന് പ്രശ്നമുണ്ടാകുന്നു. പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തെ എടുത്തു മാറ്റിയാൽ വീണ്ടും പ്രശ്നം തന്നെ അവശേഷിക്കുന്നു. ഈ ഒരു നിർദ്ദേശം ഇതിലെ ആത്മോപദേശ ശതകത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർന്ന് ഇനി ഗുരു ഒന്ന് ലളിതമാക്കാൻ പോവുക. ഒന്ന് ലളിതമാക്കി വീണ്ടും അങ്ങനെ ആ സത്യത്തെ ഈ 6 വരെയുള്ള ശ്ലോകത്തിൽ സത്യം അറിയേണ്ടതുണ്ട്, അതറിയാൻ നാം എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഇനി തുടർന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പരിചയപ്പെടാം.